ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 138 കടപ്പുറത്തെ മണൽത്തരികൾ പോലെ. ഭാഗം 138 കടപ്പുറത്തെ മണൽത്തരികൾ പോലെ ഇവിടെ ആരംഭിക്കുന്നു. ശിവഗിരിയിൽ നടന്ന ശ്രീ ശാരദ പ്രതിഷ്ഠാ മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിനായി വടക്കേ മലബാറിൽ നിന്നും ധാരാളം പ്രമുഖർ ശിവഗിരിയിൽ വന്നെത്തിയിരുന്നു. അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സമുദായ നേതാവ് പ്രതിഷ്ഠാഘോഷത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം ചുറ്റി നടന്നു കണ്ടു. കുന്നുനിരപ്പാക്കി കെട്ടി ഉയർത്തിയ പന്തൽ, അതിലെ അലങ്കാരങ്ങൾ, രാത്രിയെ പകലാക്കി തീർത്ത ദീപാലങ്കാരങ്ങൾ, കിച്ചൻ ലാമ്പുകളുടെ പ്രകാശവർഷം, വെള്ളച്ചാട്ടം പോലെയുള്ള ജനസഞ്ചയത്തിൻ്റെ പ്രവാഹം, സമ്മേളനങ്ങൾ, നെറ്റിപ്പട്ടം ചൂടിയ ആനകൾ എന്നുവേണ്ട ഊട്ടുപുരയിലെ വിശേഷങ്ങൾ വരെ അദ്ദേഹം കാണുകയുണ്ടായി. ആഘോഷങ്ങളൊക്കെ സമാപിച്ചതോടെ ജനങ്ങൾ ശിവഗിരിയിൽ നിന്നും മടക്കമായി. മടങ്ങുന്നതിനു മുൻപ് ഗുരുദേവനെ ഒന്ന് കാണണമെന്ന് ആ സമുദായ നേതാവിന് വലിയ ആഗ്രഹമുണ്ടായി. അദ്ദേഹം പ്രതിഷ്ഠാ മഹോത്സവ കമ്മിറ്റി ഓഫീസിലെത്തി കുമാരനാശാനോട് തൻ്റെ ആഗ്രഹം അറിയിച്ചു. ആശാൻ ഉടൻ തന്നെ പ്ലാവിള കേശവൻ മേസ്ത്രിയുടെ മകനായ കൃഷ്ണനെ വിളിച്ചു അദ്ദേഹത്തെ ഗുരുദേവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണമെന്ന് നിർദ്ദേശിച്ചു. ഗുരുദേവൻ അപ്പോഴേക്കും തച്ചൻകോണത്തുള്ള ഭുവനേശ്വരി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കഴിഞ്ഞിരുന്നു. കൃഷ്ണൻ ആ സമുദായ നേതാവിനെയും കൂട്ടിക്കൊണ്ട് അപ്പോൾ തന്നെ ഭുവനേശ്വരി ക്ഷേത്രത്തിലേക്ക് നടന്നു. ഗുരുദേവൻ ക്ഷേത്രനടയിലുണ്ടായിരുന്നു. സമുദായ നേതാവ് അടുത്തിയെന്ന് ഗുരുപാദങ്ങളിൽ നമസ്കരിച്ചു. ഗുരുദേവൻ എപ്പോൾ വന്നു? നേതാവ് പ്രതിഷ്ഠയുടെ തലേന്ന് തന്നെ വന്നിരുന്നു. ഗുരുദേവൻ എന്നിട്ട് കണ്ടില്ലല്ലോ? നേതാവ് കാണാൻ അവസരം ഒത്തില്ല. ഗുരുദേവൻ ആഘോഷങ്ങളൊക്കെ കണ്ടോ? നേതാവ് ശിവഗിരിയിലെ പ്രതിഷ്ഠാ മഹോത്സവം കെങ്കേമമായി. ചമയങ്ങൾ അണിയിച്ചു നിർത്തിയിരുന്ന ആനകളെയും മറ്റെല്ലാ ഒരുക്കങ്ങളെയും കണ്ടു. ഈഴവൻ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. ജാത്യാഭിമാനത്താൽ ആ സമുദായ നേതാവിൻ്റെ മുഖം തുടുത്തു വന്നു. ശബ്ദത്തിനും നേരത്തെ ഇല്ലാതിരുന്ന ഒരു കനമുണ്ടായിരുന്നു. അത് കണ്ടിട്ടും കേട്ടിട്ടും ഗുരുദേവൻ ഒന്ന് മന്ദഹസിച്ചു. എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു: പക്ഷേ കടപ്പുറത്തെ മണൽത്തരികൾ പോലെയാണ്. കണ്ടിട്ടില്ലേ? കടപ്പുറത്തെ മണൽത്തരികൾ സംഘമായാണ് കിടക്കുന്നത്. എന്നാൽ ഒന്നിനോട് ചേരുകയില്ല. ഒരു ചുഴലിക്കാറ്റ് വന്നാൽ എല്ലാം കാറ്റിനൊപ്പം ഉയരും. കാറ്റ് കഴിഞ്ഞാൽ എല്ലാം പഴയ സ്ഥാനത്ത് വീഴും. ഒന്നിനോട് ബന്ധപ്പെടുകയില്ല. മനസ്സിലായോ? നേതാവ് അത് കേട്ട് നിശബ്ദനായി നിന്നു. ഗുരുവേ ശരണം, ഗുരുവേ ശരണം, ശരണം ശരണം ഗുരുവേ ശരണം, ശ്രീനാരായണ ഗുരുവേ ശരണം. ഗുരുവേ ശരണം, ശരണം ഗുരുവേ, ശ്രീനാരായണ ഗുരുവേ ശരണം, തവ പദ ശരണം, തിരുവടി ശരണം, ശ്രീനാരായണ ഗുരുവേ ശരണം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 138 കടപ്പുറത്തെ മണൽത്തരികൾ പോലെ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.